വോട്ട് രേഖപ്പെടുത്തി എങ്ങനെയാണ് പൊതുവിലുള്ള ഒരു സാറിൻ്റെ ഒരു ആത്മവിശ്വാസം? ഞാൻ ഡൽഹിയിലായിരുന്നു. ഇന്ന് പുലർച്ചെ 2 മണിക്കാണ് എത്തിയത്. പാർലമെൻറ്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ വോട്ട് കഴിഞ്ഞിട്ട് തിരിച്ച് പാർലമെൻറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി തിരിച്ചു പോവുകയാണ്. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയൊരു ആഘോഷമാണല്ലോ കേരളത്തിൽ. താഴത്തിൻ്റെ ജനാധിപത്യം ജനങ്ങൾ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു കാഴ്ചയാണുള്ളത്. സ്വാഭാവികമായിട്ട് ഇത് കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തെ ശക്തിപ്പെടുത്താനാണിത് സഹായിക്കുന്നത്. മറ്റൊരു സംസ്ഥാനങ്ങളിൽ ഇതുപോലുള്ള ഒരു ഗ്രാസ് റൂട്ട് ഡെമോക്രസിയുടെ ഒരു ആഘോഷമില്ല. ഇവിടെ സമസ്ത തലങ്ങളിലും ജനങ്ങളൊരു ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുകയാണ്. അത് അവരുടെ വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും അതുപോലെ തന്നെ ഒരു നാടിൻ്റെ മുമ്പോട്ടുള്ള പ്രയാണത്തെ നിർണ്ണയിക്കാനും വേണ്ടിയുള്ള വളരെ നിർണായകമായിട്ടുള്ള തിരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായിട്ടും കഴിവുള്ള സ്ഥാനാർത്ഥികളെ ജനങ്ങൾ വിജയിപ്പിക്കുന്നുള്ള കാര്യം തർക്കമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി അമൃതയ്ക്ക് ഞാൻ നേരത്തെ തന്നെ ആശംസകൾ നേർന്നതാണ്. ഒരിക്കലും കൂടി ആശംസകൾ നേരുന്നു. സാർ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ പ്രത്യേകത ദേശീയ രാഷ്ട്രീയം മുതൽ സംസ്ഥാന രാഷ്ട്രീയം, പ്രാദേശിക വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്, മുഖ്യയിലേക്ക് എടുക്കുന്നത് എന്ത് വിഷയമായിരിക്കും എന്നാണ് സാറിൻ്റെ? യഥാർത്ഥത്തിൽ ഞാൻ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഒരുപാട് വർഷങ്ങളായി, ഒരു 3 പതിറ്റാണ്ടിലേറെയായിട്ട് പോകുന്ന ഒരാളാണ്. ഇതുപോലെ താഴെത്തട്ടിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ സംവാദത്തിലേക്ക് കൊണ്ടുവന്ന് ചർച്ച ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ അവിടെ ഒന്നുമില്ല. ഇവിടെ ഒരുപാട് വിവാദങ്ങളൊക്കെ നമ്മുടെ മാധ്യമങ്ങളിലുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് അടിസ്ഥാനപരമായിട്ട് ജനങ്ങൾ അവരുടെ ജീവിതത്തെ നിർണ്ണയിക്കാൻ വേണ്ടിയുള്ളൊരു തെരഞ്ഞെടുപ്പായിട്ടാണ് ഈ ഒരു പ്രക്രിയയെ കാണുന്നത്. വികസനം, അതുപോലെ തന്നെ അവരുടെ സുരക്ഷ, മതനിരപേക്ഷത, നമ്മുടെ ഭരണഘടന മുമ്പോട്ട് വെക്കുന്ന മൂല്യങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിസ്തൃതമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ക്യാൻവാസ് ചിത്രമാണ് ഞാൻ കാണുന്നത്. വിവാദങ്ങളൊക്കെ വന്നു പോവുമെങ്കിൽ പോലും അവർ സുരക്ഷിതരായിട്ട് അന്തസ്സോടെ അഭിമാനത്തോടെ സ്വന്തം നാട്ടിൽ എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് തീരുമാനിക്കാനുള്ള തെരഞ്ഞെടുപ്പായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. സാർ, നഗരസഭയിലാണ്. നഗരസഭയിൽ ത്രികോണ മത്സരമാണെന്ന് BJP പറയുന്നത്. അല്പം മുമ്പ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞത് നഗരസഭ അവർ പിടിക്കുമെന്നാണ്. BJP വലിയ മുന്നേറ്റം തെരഞ്ഞെടുപ്പിലുണ്ടാകും. അതിന് കൂടെ ഞാൻ ആവർത്തിക്കുകയാണ്, ഒളിമ്പിക്സ് വരുമെന്നും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നേരിട്ട് ജയിച്ചു കഴിഞ്ഞാൽ വരുമെന്നും ഒക്കെയാണ് BJPയുടെ വാഗ്ദാനം. മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിക്കും. വാഗ്ദാനങ്ങളുടെ ഒരുപാട് പെരുമഴ നടക്കുന്ന കാലമാണ്. ഇപ്പോൾ ഇവിടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ സുഹൃത്ത് സുരേഷ് ഗോപി, ഞങ്ങൾ ഒരു ബൂത്തിലാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. വോട്ടർമാരാണെന്ന് തോന്നുന്നു. പാർലമെൻറ്റിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ, അല്ലെങ്കിൽ കഴിഞ്ഞ ലോകസഭയുടെ സമയത്ത് അദ്ദേഹം നൽകിയ വാഗ്ദാനങ്ങൾ, ടൂറിസം സർക്യൂട്ടുകൾ, ഇതാ വരുന്നു ഏതാനും മാസങ്ങൾക്ക്, ഒന്നും വന്നിട്ടില്ലല്ലോ. എന്തെങ്കിലും ഈ നാട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനെ മുടക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ന്യായം പറയൽ മാത്രമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, അത് ഏറെക്കുറെ അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയപ്പോഴാണ് അതെവിടെ സ്ഥാപിക്കണമെന്ന് സംബന്ധിച്ചൊരു വിവാദം ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ നാടിന് വരേണ്ട ഓരോ വികസന ദൗത്യങ്ങളെയും തടയുക എന്നുള്ളതല്ലാതെ പുതിയ എന്തെങ്കിലും ഇവരുടെ ഭാഗത്ത് നിന്ന് വരുമെന്ന് അനുഭവം വെച്ച് ആർക്കും പറയാൻ പറ്റില്ല. അത് സ്വാഭാവികമായിട്ടും ജനങ്ങളും മനസ്സിലാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.